ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു 7 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പലതും 30%ഓളൊക്കെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ സ്റ്റോക്ക് മാത്രമേ ഈ വീഡിയോയിലൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് ഒരു കപ്പ് ആൻഡ് ക്യാൻഡിൽ ഫോർമേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ എന്താണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്താണെങ്കിലും സ്ക്രീനിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ നമ്മുടെ പേരിലുണ്ട്. അപ്പം നിങ്ങൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ വരുന്നത്. ഏകദേശം 59,000 സംതിങ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കണ്ട, കാരണം അതുപോലെ തന്നെ നമുക്ക് ഫേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിൽ അയച്ചിട്ടുള്ള മെസ്സേജസ് നിങ്ങൾ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യങ്ങളൊന്നും സെല് ചെയ്യാറില്ല. എന്തെങ്കിലും പെയ്ഡ് സർവീസുകളോ ട്രേഡ് റെക്കമെൻഡേഷൻസോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനലിൽ സെല് ചെയ്യാറില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. എനിവേ, നമുക്കെന്താണെങ്കിലും സ്റ്റോക്കിലേക്ക് പോവാം. സോ നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര് സന്തുമ എന്നാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ ഫുൾ നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്താണെങ്കിലും ഞാൻ ഈ സ്റ്റോക്കിൻ്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ആ ഒരു അനാലിസിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതാണ്. ഐ പി ഒ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം 265 ലെവലിലാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാലം ഇത് കൺസോൾട്ടേഷനിലായിരുന്നു. ചെറിയൊരു ബിൽഡപ്പ് ഇവിടെ ഉണ്ട്, പക്ഷേ എങ്കിലും വീണ്ടും കൺസോൾട്ടേഷൻ ഫേസിലാണ്. അങ്ങനെ ഈ ഒരു സ്റ്റോക്ക് ഐ പി ഒ ലിസ്റ്റ് ചെയ്തതിന് ശേഷം 2023 സെപ്റ്റംബർ മുതൽ 2023 നവംബർ ഏകദേശം 2-3 മാസം, ഒരു ക്വാർട്ടർ ഈ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. അതിനുശേഷമാണ് ഇതിൽ മൂവ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ടായത് നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് വന്നത്. 255 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 590, ഏകദേശം 600 രൂപയുടെ അടുത്തേക്ക്, ഓൾമോസ്റ്റ് 350 പോയിൻറ്റ്സോളം ഈ സ്റ്റോക്ക് റാലി ചെയ്തു. ആ റാലിക്ക് ഓൾമോസ്റ്റ് ഡിസംബർ മുതൽ 2023 ഡിസംബർ 2024 ജനുവരി ഒരു വർഷം പോലും എടുത്തിട്ടില്ല. അത്രയും സ്പീഡപ്പ് ആയിട്ടാണ് 100%-ൻ്റെ അടുത്ത് റാലി തന്നത്. അതിനുശേഷം പിന്നീട് ഇത് ഒരു റീട്രേസ്മെൻറ്റിലേക്ക് പോയി, ഒരു ബെയർ മാർക്കറ്റിലേക്ക് പോയി. 2024 ഫെബ്രുവരി മുതൽ നമുക്കറിയാം ആ ഒരു എന്താ പറയുക, നമ്മുടെ എലക്ഷൻ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഓവറോൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ ബെയറിഷ് മൂഡിലായ സമയത്ത് ഇത് നല്ല രീതിയിലൊരു റീട്രേസ്മെൻറ്റ് തന്നു. ഓൾമോസ്റ്റ് 366 വരെ താഴോട്ട് വന്നു. നല്ല രീതിയിലുള്ള ഡൗൺഫോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അപ്പ് സൈഡിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. വീക്ക്ലി ക്യാൻഡിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇത് നല്ല സ്ട്രോങ് ആണെന്ന് പറയാൻ വേറൊരു റീസൺ കൂടെ ഉണ്ട്. ഏകദേശം 500 ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തതിന് ശേഷം, ഈ ഒരു ദിവസത്തെ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ നമുക്ക് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു ബിൽഡപ്പ്, കൺസോൾട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, സ്ലോ ആയിട്ട് സ്റ്റോക്ക് ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, സ്ലോ ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് കാണാൻ വേണ്ടി പറ്റും. ആ ബിൽഡപ്പിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ വിത്ത് വോളിയാണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലേക്ക് പോവാം. ഞാൻ ഡെയിലി ചാർട്ട് ഒന്നുകൂടെ വലുതാക്കുകയാണ്, ഡെയിലി ചാർട്ട് ആയതുകൊണ്ട്. ഡെയിലി ചാർട്ടിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഡെയിലി ചാർട്ടിൽ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസോൾട്ടേഷനൊക്കെ, നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ട്, അതിനുശേഷം ബൈങ് ഉണ്ട്, വീണ്ടും കൺസോൾട്ടേഷൻ ഉണ്ട്, ബൈങ് ഉണ്ട്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അതിനുശേഷം ഇവിടെ ആക്ച്വലി ഒരു നല്ല രീതിയിൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല സെല്ലിംഗ് പ്രഷർ, നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു പോയിന്റിൽ നടന്നിട്ടുണ്ട്. അതിന് വേറെയും കാരണങ്ങളുണ്ട്. 2023 സെപ്റ്റംബറിനാണ് ഇത് ലിസ്റ്റായത്. അതിനുശേഷം ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ സെല്ലിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ബെയറിഷ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഉണ്ടായ റാലി, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് വരുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ജേണി ഈ ഒരു ദിവസം മുതലാണ് തുടങ്ങുന്നത്, ഈ ഒരു സമയം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റീട്രേസ്മെൻറ്റ്, ഇവിടെയാണ് നമ്മളെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ഈ ഡേ ക്യാൻഡിലിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷനാണ്. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു ഡബിൾ ബോട്ടം രീതിയിലൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ഡബിൾ ബോട്ടം രീതിയിൽ ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ റേഞ്ച് ബ്രേക്കൗട്ട് വന്നിട്ട് ഇനി ഒരു റീട്രേസ്മെൻറ്റും കൂടെ വന്നിട്ടാണ് മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അത് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, ഇത് കുറച്ചുകൂടെ ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു ലോങ് ടേം റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ലോങ് ടേം റെസിസ്റ്റൻസ് ഉണ്ട്, അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ ഇത് റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്യുന്നു, സ്ട്രക്ചർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നു. മൊത്തത്തിൽ ഈ സ്റ്റോക്ക് ടെക്നിക്കലി വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ്, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അതാണ് ഈ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിൽ നമുക്ക് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം? എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലൈൻ വരെ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് ഉള്ള ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് 569 വരെ ഈ സ്റ്റോക്ക് മാക്സിമം ഡൗൺ ആവാം. അതിനുശേഷം എന്താണെങ്കിലും മുകളിലോട്ട് പോകുമെന്നുള്ളതാണ്. ഒന്നുകിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ മുകളിലോട്ട് പോകാം, അതല്ലെങ്കിൽ ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് 566 വരെ ഈ സ്റ്റോക്ക് വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അത് മാക്സിമം അത്ര നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു പോയിന്റിൽ നിന്ന് എന്താണെങ്കിലും റിവേഴ്സിൽ വരും. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ക്യാൻഡിലിൻ്റെ താഴെ മീൻസ് ഈ ഒരു ഡേ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ സ്ട്രോങ് ആയിട്ടുള്ള ഡേ ക്യാൻഡിൽ വിത്ത് വോളിയം വന്നിട്ടുള്ള ഡേ ക്യാൻഡിൽ, അത് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ആയിട്ട് വരും. ഏകദേശം 12% ആണ്. അപ്പോൾ 12.4% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ഒരു 20% പ്ലസ് ഇടാം. മിനിമം 20% ടാർഗറ്റ് നമുക്ക് ഇടാം. ഒരു 25 വരെയൊക്കെ നമുക്ക് പോകുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വരുന്നത്. ടൈം ഫ്രെയിമും നമുക്ക് മാക്സിമം 3 months എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതിന് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴി ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ട് ടേമിന് മാത്രം കൺസിഡർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ടാർഗറ്റ് എത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ 3 monthsനേക്കാളും കൂടുതൽ ടൈം നമുക്ക് ഹോൾഡ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻറ്റൽസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് മാക്സിമം 3 months വരെ നമുക്ക് ഹോൾഡ് ചെയ്യുക. ഈ ഒരു റിട്ടേൺസ് കിട്ടും എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു 1 week കൊണ്ട് തന്നെ കിട്ടിയേക്കാം, ചിലപ്പോൾ 1 month കൊണ്ട് കിട്ടിയേക്കാം. പക്ഷേ മാക്സിമം 3 months വരെ നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യാം. 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫണ്ടമെൻറ്റൽസ് വളരെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നമുക്കില്ല. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഞാൻ ചെറിയ രീതിയിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ നിങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട്, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്കും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ടെക്നിക്കലി ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ സിറ്റുവേഷൻ. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇത്രയും % എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഹാപ്പി ഇൻവെസ്റ്റ് ചെയ്യുക.